നിതിൻ രാജ്മാർ മരിച്ചാലേ ജാതിവെറി വാർത്തയാകൂ. ഇക്കൊല്ലത്തെ അംബേദ്കർ ജയന്തിയുടെ വാരത്തിൽ നമ്മൾ കേട്ടത് അംബേദ്കർ ഏത് ജാതിവെറിക്കെതിരെ പോരാടിയോ അതേ ജാതിവെറി മൂലം പ്രബുദ്ധ കേരളത്തിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതിൻ്റെ വാർത്തകളാണ്. കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ സ്വാശ്രയ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് കോളേജ് കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത് അധ്യാപകരുടെ ജാതി അധിക്ഷേപം സഹിക്കാനാകാതെ, അപമാനം, ദേഹനിന്ദ, നിറം പറഞ്ഞും ജാതി പറഞ്ഞും അവഹേളനം, വിദ്യാഭ്യാസ ലോണാണ് പ്രശ്നമെന്ന് ആദ്യം പ്രചരണമുണ്ടായെങ്കിലും വീഡിയോ ശബ്ദവും അനുഭവ സാക്ഷ്യങ്ങളും മറ്റ് തെളിവുകളും വന്നതോടെ കാര്യം വ്യക്തമായി. ജാതി വെറി, അപമാനം, പീഡനം, അധ്യാപകരിലുണ്ട് ഇത്തരം കുറ്റവാളികൾ. ദിവസങ്ങളോളം വാർത്തയായും ചർച്ചയായും മാധ്യമങ്ങളിൽ ഇത് നിറയുമ്പോഴും ഒരു കാര്യം ബാക്കിയാണ്. കേരളത്തിലും ജാതിവെറിയുടെ ആദ്യ ഇരയല്ല നിതിൻ. പൊതുമണ്ഡലം വിഷയം ശ്രദ്ധിക്കണമെങ്കിൽ ജീവൻ കൊടുക്കേണ്ടി വരുന്നു എന്നത് മാധ്യമ സാന്നിധ്യം നന്നായുള്ള കേരളത്തിന് എത്ര വലിയ ദുരന്തമാണ്. പുറമേക്ക് നാം സമ്മതിക്കാത്ത എന്നാൽ സമൂഹത്തിൽ സ്ഥിര സാന്നിധ്യമായ ജാതീയത പോവുകയല്ല, കൂടുകയാണ്. ചാനൽ ചർച്ചകളിലോ സംവാദങ്ങളിലോ പ്രത്യക്ഷമാകാത്ത എന്നാൽ നമുക്കൊപ്പം ജീവിക്കുന്ന ജാതിവെറിയന്മാർ അഞ്ചരക്കണ്ടി കോളേജിൽ മാത്രമല്ല താനും. ഒറ്റപ്പെട്ട ശിക്ഷകൾ കൊണ്ട് നീക്കാവുന്നതല്ല ഇത്. പ്രശ്നം വേരിനാണ്. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ ആധിപത്യം വരെ കയ്യിലൊതുക്കിയ ശക്തികൾ ജാതീയതയുടെ ഗുണഭോക്താക്കളാണ്, പ്രയോക്താക്കളുമാണ്. അംബേദ്കർ ജയന്തികൾ ആഘോഷിച്ചുകൊണ്ട് തന്നെ രോഹിത് വെമുലയുടെയും നിതിൻ രാജിൻ്റെയും ജീവൻ കവരാൻ മാത്രം സാമർഥ്യം നാം ആർജിച്ചിരിക്കുന്നു.